ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാളഞ്ഞ്? ഓരോ തവണയും കാശിന് വേണ്ടി ഇദ്ദേഹത്തിന് മുന്നിൽ കൈ നീട്ടി നിൽക്കുന്നത് എത്ര നാണക്കേടുള്ള കാര്യം. സ്വത്തൊക്കെ എന്റെ പേരിലേക്ക് മാറ്റിയിട്ട് അത് അനുഭവിക്കാന്ന് വിചാരിച്ചപ്പോ ഇതിപ്പോ എന്തൊരു ട്വിസ്റ്റായി വെച്ചേക്കുന്നേ. എന്തപ്പ ചെയ്യാ? കല്യാണം കഴിക്കാന്ന് പറയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അച്ഛൻ പറയുന്നത് പോലെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഉറപ്പായും അച്ഛൻ പറയുന്ന പോലെ തന്നെ ചെയ്യും. നീ വിട്ടുകൊടുക്കരുത് നിത്യ, ഒരിക്കലും വിട്ടുകൊടുക്കരുത്. കോടിക്കണക്കിനാ സ്വത്തുള്ളത്. ഇത് നീ ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല. എന്തെങ്കിലും ഒന്ന് ഉറപ്പായി ചെയ്തേ പറ്റൂ. ഹലോ പറയടി. ഹലോ രേവതി, എന്താണ് ചെയ്യുന്നത്? ചുമ്മാ കിടക്കുവായിരുന്നു. നീ എന്താ ഈ സമയത്ത് എന്നെ കോൾ ചെയ്തത്? അതേടി, എന്റെ മനസ്സിന് തീരെ സുഖമില്ല, ഒരു സമാധാനവും ഇല്ല. അത് ശരിയാ, കോടിക്കണക്കിന് പൈസ ഉണ്ടെങ്കിൽ എങ്ങനെ മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ ഓ, പറ്റും? നീ എന്ത് മണ്ടത്തരാ ഈ വിളിച്ചു പറയുന്നേ? എന്റെ പ്രശ്നം തന്നെ ആ സ്വത്തിന്റെ പേരിലാ. എന്താടി പറയുന്നേ? അതേടി, എന്റെ അച്ഛൻ പെട്ടെന്ന് എല്ലാം എന്റെ തലയിലെടുത്ത്. ഏയ്, നീ പറയുന്നത് വെച്ച് നോക്കുമ്പോ നിന്റെ അച്ഛൻ നിനക്ക് സ്വത്ത് എഴുതി വെച്ച് തരത്തില്ലെന്ന് തോന്നല്ലോ. അതേടി, അതുകൊണ്ടാ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരു പിടിയും കിട്ടാത്ത. കാശില്ലെങ്കിൽ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പറ? അതെ അതെ, നിന്റെ കയ്യിൽ കാശുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. എടി, ഇപ്പൊ അതാണോ വലുത്? ഇതിനെന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് പറ. ഹലോ എടി, നീ ലൈനിലുണ്ടോ ഇല്ലയോ? നീ എന്താടി ഒന്നും മിണ്ടാത്തേ? പക്ഷെ ഒന്ന് നിക്കടി, ഐഡിയ എല്ലാം പെട്ടെന്ന് വരുവോ? ശരി, നാളെ ഞാൻ പറയുന്ന സ്ഥലത്തോട്ട് വാ, നമുക്ക് സംസാരിക്കാം കേട്ടോ? ശരി ശരി, ഞാൻ വെക്കുവാ. ബൈ. ഹായ് ഡി. ഹായ്. എന്താടി, എന്തിനാ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞ? എന്താ ഐഡിയ? ഒരു ഐഡിയ ഉണ്ട്. നീ ഓക്കെ പറയുവാണെങ്കിൽ എല്ലാ സ്വത്തും നിന്റെ കയ്യിൽ വരും. ബിൽഡപ്പ് കാണിച്ചതൊക്കെ മതി, എനിക്ക് എന്റെ സ്വത്ത് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. നീ അതിനുള്ള ഐഡിയ പറ. എന്താ ഐഡിയ എന്ന് വെച്ചാ, നീ ഒരു നല്ല ചെറുക്കനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചോ. അപ്പൊ എല്ലാ സ്വത്തും ഓട്ടോമാറ്റിക്കായിട്ട് നിന്റെ കയ്യിൽ തന്നെ വരും. എടി പ്രാന്തി മരമണ്ടി, എനിക്ക് കല്യാണം വേണ്ടതല്ലേ ഈ പറയുന്നേ? ഈ ഐഡിയ പറയാനാണോ ഇത്രയ്ക്ക് ബിൽഡപ്പ് കാണിച്ചേ? ഞാൻ പറയുന്ന ആദ്യമേ സമാധാനത്തോടെ കേക്ക്. അത് കഴിഞ്ഞാൽ നീ തന്നെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യും. നീ കൺഫ്യൂസ് ചെയ്യാണ്ട് തെളിച്ച് പറഞ്ഞേ. നിന്റെ അച്ഛൻ പറയുന്ന പോലെ നീ കല്യാണം കഴിക്കാൻ തന്നെ പോവാ. പക്ഷെ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന കൂട്ട് കല്യാണം കഴിക്കാൻ പോവാ. എന്ത്? ഞങ്ങള് മാത്രം അറിയുന്ന പോലെയോ? നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ നോക്കടി, നിന്റെ അച്ഛൻ ഓൾറെഡി വയ്യാതിരിക്കുവോ. എപ്പോ വേണമെങ്കിലും ജീവൻ പോവാ. അതിനുള്ളിൽ സ്വത്തെല്ലാം നിന്റെ പേര് വരണല്ലേ. അതിനുള്ളിൽ തന്നെ ഒരു ഫേക്ക് ആയിട്ട് കല്യാണം കഴിച്ചോ. എടി, അങ്ങനെ ഇപ്പൊ ആരാ ഫേക്ക് ആയിട്ട് കല്യാണം കഴിക്കാൻ തയ്യാറാവുക? എടി, നീ ഏത് ലോകത്തിലാ ഉള്ളത്? കാശ് കൊടുത്താ എല്ലാ ജോലിക്കും ആളെ ഞാൻ കിട്ടും. ശരി, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ ഒന്ന് തെളിച്ചു പറ. ഇവിടെ നോക്ക്, ഞാൻ പറഞ്ഞ കൂട്ട് പെട്ടെന്നൊരു ഫേക്ക് കല്യാണം കഴിച്ച് അച്ഛന് മുമ്പിൽ പോയി നിൽക്ക്. ആദ്യം ദേഷ്യപ്പെടുമായിരിക്കും. അത് കഴിഞ്ഞ എല്ലാ സ്വത്തും നിന്റെ പേരിലോട്ട് മാറ്റിത്തരും. ശരിയടി, നീ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. എന്നാലും ആരെ, എങ്ങനെ? അതാലോചിച്ചാ ഒരു പിടിയും കിട്ടാത്ത. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. അതിനെക്കുറിച്ച് നീ ആലോചിക്കണ്ട. എന്റെ അടുത്ത് ഒരുപാട് നാളായിട്ട് ഒരു ചെറുക്കൻ ആക്ടിങ്ങിന് വേണ്ടി ചാൻസ് വയ്ക്കുക. ഞാൻ അവന്റെ അടുത്ത് വേഗം ഒരു പടം എടുക്കാന്നാ പറഞ്ഞേക്കുന്നെ. അവന്റെ അടുത്ത് പറഞ്ഞ് നിന്നെ മാനേജ് ചെയ്യുന്നോട്ട് അഭിനയിക്കാൻ പറയാം. അതൊക്കെ ഓക്കെ. ഇതൊക്കെ ശരിയാവും തോന്നുന്നുണ്ടോ? അതെല്ലാം കറക്റ്റായിട്ട് വരും. ഇന്ന് ഈവനിങ് ആ ചെറുക്കനെ വിളിച്ചു വരുത്തി സംസാരിച്ചു നോക്കാം. നീ എന്താ പറയുന്നേ? ഇതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. ഞാൻ പറയുന്ന മാത്രം ചെയ്യ. എന്റെ അമ്മോ, ഇപ്പഴാ എന്റെ പകുതി ടെൻഷൻ കുറഞ്ഞതായിട്ട് തോന്നുന്നത്. നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ബാക്കി ടെൻഷനും മാറും. ഇടയ്ക്കിടയ്ക്ക് എന്നെയും കൂടെ ഒന്ന് പരിഗണിക്ക്. ഇതൊന്ന് ഭംഗിയായിട്ട് കഴിഞ്ഞോട്ടടി. നിനക്ക് ഫുൾ മീൽസ് ആയിരിക്കും.
ഉം. എവിടെ ഇരി കാണുന്നില്ലല്ലോ. ഹായ് മാഡം. വരൂ. നമസ്കാരം മാഡം. ഉം. മാഡം ഞാനാ വിജയ്. നിങ്ങളല്ലേ പ്രൊഡ്യൂസർ നിത്യ അതെ മാഡം? അതെ, അവരാ പ്രൊഡ്യൂസർ നിത്യ. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ആ ഓർമ്മയുണ്ട് മാഡം. കറക്റ്റ് ആയിട്ട് അഭിനയിക്കണം. ആ okay? തീർച്ചയായും തീർച്ചയായും. ഉം. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നല്ലോണം അഭിനയിക്കും ആ, മാഡം. എന്നെ വിശ്വസിക്കും മാഡം, നല്ലോണം അഭിനയിക്കും. എന്താ ഇത്? ഇവനെ കണ്ടിട്ട് ഒരു കൊച്ചു പയ്യനായിട്ടാണല്ലോ തോന്നുന്നത്. ഇവൻ എങ്ങനെയാ ഈ പ്ലാനിന് കറക്റ്റ് ആവുന്നത്? ആ, വിജയ്, ആ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. രേവതി, എനിക്ക് ഓക്കേ. ഇതിനോട് സംസാരിക്കണം. ഒന്ന് വെയിറ്റ് ചെയ്യോ? ഒരു മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യ്. ഇപ്പൊ വരാവേ. എടി വാ ഇങ്ങോട്ട്. ഇതെന്താ തനിച്ചെങ്ങോട്ട് വിളിച്ചോണ്ട് പോണത്? എടി, അവനെ കണ്ട എന്റെ അനിയനാണെന്നേ പറയൂ. അതെ, അതിനിപ്പോ എന്താ? എടി, എന്റെ പ്രായം എന്താ, അവന്റെ പ്രായം എന്താ? അവനൊരു 19-20 കാണുമായിരിക്കും. എടി, എനിക്ക് 30 വയസ്സായി. 20 വയസ്സുള്ള ചെക്കനെ എനിക്ക് എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും? ഇവിടെ നോക്ക്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. നീ നിന്റെ അച്ഛന്റെ അടുത്ത് വേഗം കല്യാണം കഴിക്കാന്ന് പറഞ്ഞതല്ലേ? അത് ശരിയാ, ഞാൻ പറഞ്ഞിരുന്നോ? അതിനെന്താ? നിന്റെ അച്ഛനായിട്ട് തന്നെ ഒരു ചെറുക്കനെ കണ്ടുപിടിച്ച് നിന്റെ കല്യാണം നടത്തി കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യും? ശരി, അത് വിട്. നീ നിന്റെ വയസ്സിലുള്ള ഒരു ചെറുക്കനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചാ എന്തുണ്ടാവും? എന്തുണ്ടാവാനാ? ഞങ്ങള് രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നു, കല്യാണം കഴിച്ചു എന്ന് പറയും. ആ, അങ്ങനെ പറഞ്ഞ നീ എന്താടി ഒന്നും മനസ്സിലാവാത്ത പോലെ പറയുന്നേ? ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചില്ലേ, ഇനി സ്വത്ത് മുഴുവൻ എന്റെ പേരിലേക്ക് മാറ്റി തരാൻ പറയും. നോ 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 നോ, അതാ തെറ്റ്. ആ പയ്യൻ ഏതാ, എന്താ, എങ്ങനെയാ, അങ്ങനെയൊക്കെ നിന്റെ അച്ഛനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ലേ? അതിനുശേഷം നിന്റെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു പോകും. അയ്യോ, എന്താടി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തെളിവായിട്ട് പറയാൻ ശ്രദ്ധിച്ചു കേട്ടോ. നീ നിന്നേക്കാളും വയസ്സ് കുറവുള്ളൊരു പയ്യനെ പ്രേമിച്ച് കല്യാണം കഴിച്ചാ നിന്റെ അച്ഛൻ എന്താ പറയാൻ പോന്നെ? എന്താ നിത്യ ഇങ്ങനെ ചെയ്തല്ലോന്ന് പറയുമല്ലോ. അതിന് നീ എന്താ പറയണ്ടേന്നറിയോ? അവൻ എന്നെക്കാളും ചെറിയ പയ്യനാ, ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചു, വേറെ വഴിയില്ലാത്തോണ്ടാ വേഗം തന്നെ കല്യാണം കഴിച്ചെന്ന് പറ. അങ്ങനെ ചെയ്താ? അങ്ങനെ ചെയ്താ നീ ആ ചെറുക്കന്റെ കൂടെ നിന്റെ ജീവിതം ജീവിച്ചോന്ന് നിന്റെ അച്ഛൻ പറഞ്ഞോളും. ആയിക്കോട്ടെ, നീ പറയുന്നൊക്കെ ശരിയാ. പക്ഷെ ആ പയ്യനെ കുറിച്ച് അന്വേഷിക്കില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ്? അതിനും ഒരു ഐഡിയ ഉണ്ട്. ഈ പയ്യന് സ്വന്തം ബന്ധമെന്ന് പറയാൻ ആരുമില്ല. അവനോട് സംസാരിച്ച് ഇടപെട്ടപ്പോ ഒരുപാട് ഇഷ്ടായി. അത് കാരണം അവനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് ചുമ്മാ ഒരു തള്ളങ്ങ് തള്ളു. അത് കഴിഞ്ഞ് സ്വത്തെല്ലാം നിന്റെ പേരിൽ വരും. നന്നായിട്ട് എൻജോയ് ചെയ്തോ. അവനൊരു 5-10 കൊടുത്തിട്ട് പറഞ്ഞു വിട്ടേക്കാം. അഭിനയിക്കാൻ വേണ്ടി വന്നല്ലേടി, നീ ധൈര്യമായിട്ട് കളത്തിലിറങ്ങ്. പക്ഷെ നീ പറഞ്ഞതുപോലെ നിന്റെ പ്രായത്തിലുള്ള ഒരു ചെറുക്കനെ നീ കല്യാണം കഴിച്ചാ നിന്റെ ഈ സിറ്റുവേഷൻ കണ്ടിട്ട് നിനക്കെതിരായിട്ട് വന്നെന്നിരിക്കാം. നോക്കിക്കോ. അത് ശരിയാണല്ലേ. എന്നാലും ഈ ഐഡിയ അടിപൊളിയാടി. ഞാൻ നിന്നെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതിരിക്കട്ടെ, ഇതിനാ പയ്യൻ സമ്മതിക്കോ? അതിനല്ലേ ഞാനുള്ളത്. അവന്റെ അടുത്ത് സിനിമ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചേക്കാം. അത് മാത്രമല്ല, അവന്റെ ഒരു പാവപ്പെട്ട ഫാമിലിയാ. ഉറപ്പായിട്ട് അവൻ സമ്മതിക്കും. സൂപ്പർ ഡി, അടിപൊളി ഐഡിയ. ശരി, ഞാൻ പറയുന്ന മാത്രം ചെയ്യ. ഓക്കെ അല്ലേ? വാ. സോറി വിജയ്, കുറച്ച് ലേറ്റ് ആയി പോയി.